നമസ്കാരം, ഗുഡ് ഈവനിങ്. കേരളത്തിൻ്റെ നമ്പർ 1 FM ക്ലബ് FM ആണ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നു ലവ് ബൈറ്റ്സ്. ഞാൻ റീനു. 1000 ഹൃദയങ്ങൾ നമ്മെ സ്നേഹിക്കുന്നുണ്ടെങ്കിലും നാം സ്നേഹിക്കുന്ന ഹൃദയത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹം മാത്രമേ നമ്മളെ പൂർണ്ണമായി സന്തോഷിപ്പിക്കൂ. ഒരുപാട് പേര് ചിലപ്പോൾ നമ്മളോട് പറയും, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ വേണമെന്ന്. നമുക്കൊരു സന്തോഷം തോന്നത്തില്ല. കാരണം നമ്മൾ ഇഷ്ടപ്പെടുന്ന ആ ആൾ, അയാളുടെ മനസ്സിൽ നിന്ന് വേണം ഈ ഇഷ്ടം കേൾക്കാനായിട്ട്, അല്ലേ? അങ്ങനെ കേട്ട് ഭാഗ്യം അനുഭവിക്കുന്നവരാണോ ഇപ്പോൾ ലവ് ബൈറ്റ്സ് കേൾക്കുന്ന എല്ലാവരും? പ്രണയത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കുമായി ക്ലബ് FMൽ ഇത് പ്രണയം നിറഞ്ഞ ലവ് ബൈറ്റ്സ്. കൂടെ മനസ്സ് നിറയെ പ്രണയവുമായി റീനു. സ്റ്റേ ട്യൂൺ ടു ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. വെൽക്കം ബാക്ക് ടു ലവ് ബൈറ്റ്സ് ഓൺ ക്ലബ് FM. ഞാൻ റീനു. എൻ്റെ കൂടെ ഒരു വെരി സ്പെഷ്യൽ സെലിബ്രിറ്റി ഗസ്റ്റ് ഉണ്ട്. എങ്ങനെയാണ് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്? ആംഗ്രി ബേർഡ്സിൻ്റെ ഇട്ടിറങ്ങിയ ആ ഹാൻഡ്സം ഗൈ എന്ന് പറയട്ടെ. ബോക്സേഴ്സ് രാത്രിയാണ്ട് എല്ലാവരും അതിട്ട് അടിക്കും കിടക്കുന്നു ഇപ്പം. ഹായ് അജു. ഹായ് റീനു. എന്നാലും അജുവിനെ ഞാൻ അങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊന്നും തോന്നുന്നില്ല. എന്നോട് ഒരുപാട് പേര് ചോദിച്ചു അതെവിടെ നിന്ന് വാങ്ങിയെന്ന്. ഞാൻ അവരോട് പറഞ്ഞു കൊടുത്തു, ഒരു ശ്രാവണിന്റെ അമീഗോസ് എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ് അത് കിട്ടിയത്. എന്നിട്ട് ശ്രാവൺ സ്പെഷ്യലായിട്ട് ബാങ്കോക്കിൽ നിന്ന് ഒരു 10-500 എണ്ണം അത് വരുത്തിച്ചു. നല്ല സെയിലുണ്ട്. ആംഗ്രി ബേർഡ്സിന്റെ പടം ഇട്ട് കിടക്കാൻ ഒരു നാണവും തോന്നിയില്ല. എന്തിനാ, ഫഹദിക്ക ഇട്ടൊരു ശീലം തുടങ്ങിയല്ലോ, അപ്പൊ പിന്നെ കുഴപ്പമില്ല. അത് പിന്നെ ഫണ്ണായിരുന്നല്ലോ അത്. പക്ഷെ എന്തായാലും തിയേറ്ററിൽ ഭയങ്കര, ഞാൻ അന്ന് അറിഞ്ഞത് ആംഗ്രി ബേർഡ് ഇത്രയും പോപ്പുലർ ആയ സംഭവമാണ്. പിന്നെ തിയേറ്ററിൽ ആംഗ്രി ബേർഡ്സ് എന്ന് പറഞ്ഞ എല്ലാവരും ഈ ചെറിയ ഇത്ര ഞാൻ പിന്നെ അറിഞ്ഞിട്ടില്ലല്ലോ. അജുവാണോ സെലക്ട് ചെയ്ത ആംഗ്രി ബേർഡിനെ? കോസ്റ്റ്യൂമർ സമീറ സനീഷ് ആണല്ലേ. വിനീത് അത് തന്നെ മതി ചേച്ചി എന്ന് പറഞ്ഞു. അത് കാണിച്ചപ്പോ വിനീതിന് അറിയായിരുന്നു. അതെ, അതവിടെ നിൽക്കട്ടെ. ഫേസ്ബുക്കിൽ ക്ലബ് FM കോൺടെസ്റ്റ് പേജിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം തരണം ആൻഡ് കേട്ടുകൊണ്ടിരിക്കണം ക്ലബ് FM ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്. You are tuned to Kerala's number 1 FM Club FM. This is Love Bites with Reenu and തട്ടത്തിൻ മറയത്തിലെ നമ്മുടെ സ്വീറ്റ് ഹാർട്ട് അജു വർഗീസ്. അജു ഇപ്പോൾ എത്ര വയസ്സായ ഒരു ബാച്ചിലർ ആണെന്ന് ഞാൻ ചോദിക്കട്ടെ? 27 വയസ്സായ ബാച്ചിലർ. ഷോ പ്രായം പറയാറില്ല. തിരിച്ചും ഞാൻ ഞെട്ടിപ്പോയി. ഒരിക്കലും എന്റെ പ്രായം ഇവിടെ പറയണ വിഷയം. തിരിച്ചു ഞാൻ പറയുകയാണ്. അജു എന്തെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പിന്നെ ഞാൻ 4ാം ക്ലാസ്സിൽ പ്രണയിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരുപാട് ക്രഷസ് ഉള്ള ആളാണ്. 4ാം ക്ലാസ്സിലെ പ്രണയം എന്ന് പറയുമ്പോ ഞാൻ ഈ പറയുന്ന പോലെ ക്ലാസ്സിലൊരു കുട്ടിയായിരുന്നു, മുല്ലപ്പൂക്ക് ഇട്ടിരുന്നൊരു കുട്ടി. പേര് ഞാൻ മറന്നുപോയി, മോൻ പോലും ഞാൻ മറന്നുപോയി. ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമുള്ള ഒരു കുട്ടിയായിരുന്നു, ടീച്ചർ ചോദിക്കുന്നത്. അപ്പം അങ്ങനെയുള്ളു. പിന്നെ ഒരുപാട് ക്രഷസ് ഉണ്ടായിരുന്നു. നമുക്ക് അങ്ങോട്ടോ നമ്മളോട് ഇങ്ങോട്ട് ഇപ്പം ഈയിടെയായിട്ട് ഞാൻ പറഞ്ഞില്ലേ, ഫേസ്ബുക്കിൽ 1-2 മെസ്സേജുകൾ വന്നിട്ടുണ്ട്. ഈ ചേട്ടനെ ഇഷ്ടമാണ്. ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് വീട്ടിൽ പറഞ്ഞോട്ടെ. ഞാൻ അതിന് റെസ്പോണ്ട് ചെയ്തില്ല. ആദ്യത്തേന് ഞാൻ താങ്ക്സ് പറഞ്ഞു. പിന്നെ എനിക്കൊരുപാട് പേരോട് ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അല്ല, എൻ്റെ മേജർ ക്രഷ് എന്ന് പറയുന്നത് എന്തെങ്കിലും കാണുക എന്നുള്ളൊരു ആഗ്രഹമുള്ള ഒരാൾ ശോഭന മാമാണ്. ഞാൻ കണ്ടു. കൂടെ നിന്ന് ഫോട്ടോ എടുത്തായിരുന്നു. എന്ന് ഈ അതെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത് ഇഷ്ടം പോലെ ലൈക്കും കിട്ടിയായിരുന്നു. ഒന്ന് കാണാൻ വേണ്ടി കൊതിച്ചു. എനിക്ക് ഓർമ്മ വെച്ചപ്പോ തൊട്ട് കാണണമെന്ന് ആഗ്രഹിച്ചൊരു ഫേസാണ് ശോഭന. എനിക്കും തന്നെ ആക്ട്രസ് എന്നുള്ള രീതിയിൽ എനിക്ക് എന്തെങ്കിലും കാണണം എന്നുള്ള ഒരു അമേസിംഗ് പേഴ്സണാലിറ്റിയാണ്. അപ്പൊ അജുനേക്കാളും മുന്നേ ഞാൻ അവിടെ ഹിറ്റായി എത്തിയല്ലേ. ഭാഗ്യവതി. അസൂയ പാടില്ല. ഈ ഭാഗ്യവതിയും അജുവും ക്ലബ് FMലെ ലവ് ബൈറ്റ്സിലെ അടുത്ത പാട്ടിലേക്ക് പോവാ. ഓട്ടനെ തിരിച്ചു വരും. സ്റ്റേ ട്യൂൺ ഫോർ ടൺ കണക്കിന് റൊമാൻസ്. മനോഹരമായ പ്രണയഗാനങ്ങൾ നിറഞ്ഞ ക്ലബ് FMലെ ലവ് ബൈറ്റ്സിൽ പ്രണയവുമായിട്ട് ഞാൻ റീനു. എൻ്റെ കൂടെ അജു. എന്തെങ്കിലും ഒരാളോട് ചെന്ന് ഇഷ്ടമാണെന്ന് പറയാനുള്ള ധൈര്യം ഉണ്ടായിട്ടുണ്ടോ? ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഒരാളോട് പറഞ്ഞു. പക്ഷെ തിരിച്ച് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറഞ്ഞു. ആ കുട്ടി ഇഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്ന ഒരാൾക്ക് കുറച്ചും കൂടെ ഹൈറ്റ് ഒക്കെ വേണം. നേരെ തന്നെ പറഞ്ഞു. അപ്പം പിന്നെ സിനിമ ഇറങ്ങി കഴിഞ്ഞു. അത് കഴിഞ്ഞ് വർഷങ്ങൾ കഴിഞ്ഞാണ് സിനിമയൊക്കെ നടക്കുന്നത്. എനിക്ക് മെസ്സേജ് ഒക്കെ അയച്ചു, എന്തുകൊണ്ട് വിശേഷം? ഞാൻ പറഞ്ഞു സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോഴാണ് മെസ്സേജ് അയക്കുന്നത്. അപ്പം പിന്നെ അതൊക്കെ അന്നേ വിട്ടു പോയി. ഇപ്പൊ പെൺപിള്ളേരിങ്ങനെ നിറഞ്ഞു നിൽക്കില്ല. എന്റെ സിനിമ കൊണ്ട് എന്നോട് ഇഷ്ടം അല്ലെങ്കിൽ ഒരു എക്സൈറ്റ്മെന്റ് പ്രകടിപ്പിച്ച് കൂടുതലും കുട്ടികളാണ്. ചുമ്മാ തോന്നുന്നു അജു,
എൻ്റെ ഫ്രണ്ട്സിന് മുഴുവൻ അർജുന ഭയങ്കര ക്രേസാ. തീർച്ചയായിട്ടും അവർ നിവിനെ കാണുമ്പോൾ അവൻ്റെ പുറകെ പോകും. ഇല്ലെന്ന് അർജുനോടായിരുന്നു സത്യം. എന്നാ ഓക്കെ, താങ്ക് യു സോ മച്ച്. അവരോടൊക്കെ എല്ലാ ഫ്രണ്ട്സിനും എൻ്റെ എന്താ പറയുക ഹൃദയത്തിൽ നന്ദി പറയും. അർജുൻ്റെ നമ്പർ കഴിഞ്ഞ് ഞാൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അതെ അതെ അത് വേണ്ട. അങ്ങനെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് അയക്കണോ ക്ലബ് ഫെമിലെ ലവ് ബൈറ്റ്സിലോട്ട്? നമ്പർ 56070 ആണ്. ഫോമാറ്റ് ക്ലബ് FM സ്പേസ് നിങ്ങളുടെ മെസ്സേജ് ആൻഡ് കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ്. ഇവിടെ മാത്രം ടൺ കണക്കിന് ലവ്, ടൺ കണക്കിന് റൊമാൻസ്.